യഥാർത്ഥ പരിചയമുള്ളത് പോലെ. കാരണം എല്ലാവരുടെയും ഫേസ് നോക്കുമ്പോ ചിരിച്ച് ഭയങ്കര സ്നേഹം. എന്റെ എന്താ പറയുക കിട്ടുന്നില്ല അല്ലേ? അങ്ങനെ എല്ലാവരും ഉള്ളിൽ. കാരണം എല്ലാരും ഭയങ്കര ചിരിച്ച് എന്നത് ഭയങ്കര സ്നേഹത്തോട് അത് കാണുമ്പോ ഫൈസലിക്കെ കണ്ടിട്ടാണ് പറഞ്ഞത്. കാരണം അറിയൂ, മറ്റേ ഫൈസലിക്കയുടെ ഇനോഗ്രേഷൻ അല്ലായിരുന്നു എല്ലാവരും, വീട് പാലയാച്ചനല്ലേ എല്ലാരും വന്നത്. അപ്പൊ ആ കൂട്ടത്തിലാണെന്ന് വിചാരിച്ചു. നീ അല്ലടാ അവിടെ ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ വന്ന എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും. അനുമോളെ സ്നേഹിക്കുന്നവരും മാത്രം ഒരു വലിയ കൈഡിയ പോരെ. ഇതിൽ കൂടുതൽ നമ്മൾ മലയാളികൾ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ചേട്ടൻ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. എനിക്കാ? നമ്മൾ ഹോട്ട്സ്റ്റാർ ചേട്ടൻ വോട്ട് ചെയ്ത ആർക്കെന്നറിയാമോ? അക്ബറിന്. അതിന്റെ ഒരു കാര്യമുണ്ട്. അതിന്റെ കാര്യമുണ്ട്. വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഈവൻ ലൈവില് പോലും അക്ബറിന്റെ കാര്യമാണ് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ എന്റെ അടുപ്പമുള്ള ആൾ അക്ബറായിരുന്നു. അവന്റെ സ്വഭാവത്തിന് വോട്ട് കൊടുക്കാൻ കൊള്ളില്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഇവിടെ വെച്ച് പറയുന്നത് ചിത്ര ചേച്ചിക്ക് ഡയമണ്ട് റിംഗ് തന്നു. ഇപ്പോഴും പലരും പറയുന്നത് അനുമോളെ ഞാൻ എന്നെ ഓർപ്പിക്കരുത്. പാവ ചിത്ര ചേച്ചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ചിത്ര ചേച്ചിയുടെ അതിന്റെ കാര്യം കൂടി പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാണ്. അതൊരു ഡയമണ്ട് സ്റ്റഡഡ് സ്വറോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ പ്ലൈറ്റ് ദാറ്റ് ഷി വാസ് ഗിവൻ ദ ഡയമണ്ട് റിംഗ്. എന്റെ പ്ലൈറ്റ് കാരണമല്ല, പകരം അത് കൊടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോ ചിത്ര ചേച്ചിയുടെ നീസ് അനുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ചിത്ര ചേച്ചിക്ക് അത് സാധിച്ചില്ല. കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ. അങ്ങനെ ചിത്രേച്ചി പറഞ്ഞു ചിത്രേച്ചിയുടെ കയ്യിൽ കിടന്ന സ്വറോസ്കി സ്റ്റാൻഡേർഡ് മോതിരമാണ് അനുമോൾക്ക് ഊരി കൊടുത്തത്. ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് റൈറ്റ് നൗ കേട്ടോ. പലർക്കും അത് ഭയങ്കര ഡൗട്ട്. കാരണം വെറുതെ ആർട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കളിയാക്കി കുറച്ച് പേര്. അവർക്കുള്ളൊരു മറുപടി ഞാൻ ബിനു ചേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത്. പണയം വെച്ച് നോക്കുക, പറയാൻ പറ്റും.